നമസ്കാരം. സ്വാമിനാരായൺ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവായിരുന്ന സ്വാമി മഹാരാജിന്റെ ഒരു സ്വപ്നം അത് പൂവണിയാൻ പോവുകയാണ്. ഫെബ്രുവരി 14 അത് യാഥാർത്ഥ്യമാകുന്നത്. അതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE ഭരണാധികാരികളുമായുള്ള ഊഷ്മളമായ ബന്ധമാണ് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിക്കുന്നത്. അങ്ങനെ അറബ് മണ്ണിലും ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. 2015 ഓഗസ്റ്റിലാണ് ദുബായ് അബുദാബി ഹൈവേയിൽ അബു മുറൈഖയിൽ 27 ഏക്കർ സ്ഥലം ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി UAE സർക്കാർ അനുവദിച്ചു കൊടുത്തത്. നരേന്ദ്രമോദിയുടെ ആദ്യ UAE സന്ദർശന വേളയിലായിരുന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയാണ് ഈ ക്ഷേത്ര സമുച്ചയം അവിടെ ഉയർന്നിരിക്കുന്നത്. 2019 അബുദാബിയിൽ ക്ഷേത്രത്തിന്റെ ആദ്യ ശില സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, സഞ്ജയ് ദത്ത്, അക്ഷയ് കുമാർ തുടങ്ങി പ്രമുഖരായ നിരവധി ആളുകൾ, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, വിവിധ മതവിശ്വാസികളായ 50,000 പേർ തുടങ്ങി ഒട്ടുമിക്ക ആളുകളും ഇവിടെ ശിലാസ്ഥാപനം നടത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇതിന്റെ ഉദ്ഘാടന ദിവസമായ ഫെബ്രുവരി 14 നമ്മുടെ രാജ്യത്തും അതിനോടൊപ്പം തന്നെ UAE-യിലും ഉണ്ടാകാൻ പോകുന്ന ഒരു ആവേശം ചെറുതായിരിക്കില്ല. ഉദ്ഘാടന ദിവസമായ ഫെബ്രുവരി 14 രാവിലെ വിഗ്രഹ പ്രതിഷ്ഠയും വൈകിട്ട് സമർപ്പണ ചടങ്ങുമായിരിക്കും നടക്കുന്നത്. മഹന്ത് സ്വാമി മഹാരാജ് ഈ കർമ്മങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യും. അന്ന് വൈകിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട ഏതാനും അതിഥികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതിനോടകം തന്നെ ദർശനത്തിന് വേണ്ടി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് 18-ാം തീയതി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കും. എന്നാൽ തിരക്ക് കാരണം UAE-യിലുള്ള ആളുകൾ മാർച്ച് 1 മുതൽ മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാവൂ എന്ന ഒരു നിർദ്ദേശം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അറബ് മണ്ണിലും ഒരു ഹൈന്ദവ ക്ഷേത്രം ഉയർന്നിരിക്കുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുന്ന വേളയിൽ അവിടുത്തെ ഭരണാധികാരികളുമായി അദ്ദേഹം പുലർത്തുന്ന മികച്ച ബന്ധത്തിന്റെ ഒരു തെളിവായി കൂടി ഇതിനെ എടുത്തു പറയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.